ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഇന്നത്തെ ടോപ്പിക് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ സ്കീമിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അത് ആർക്ക് അപ്ലൈ ചെയ്യാം, ഇതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കനും പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അതേ സമയങ്ങളിൽ തന്നെ നോട്ടിഫിക്കേഷനായിട്ടും ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് കയറുന്ന മുന്നേ മൈ നെയിം ഈസ് നിതിൻ രാജ്. വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് ഹോട്ട്സ്പോട്ട് മലയാളം ചാനൽ. ചെറുകിട നാമമാത്രമായ കർഷകർക്ക് വേണ്ടി പ്രധാനമന്ത്രി ഏർപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്ന പദ്ധതിയാണ് കിസാൻ സമ്മാൻ പദ്ധതി. അപ്പം ഈ ഒരു ആനുകൂല്യം ലഭിക്കണമെങ്കിൽ കർഷകർ, അതായത് നിങ്ങളുടെ സ്വന്തം സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുള്ള പഞ്ചായത്തിലോ അല്ലെങ്കിൽ കോർപ്പറേഷനിലോ, അതായത് ലോക്കൽ ബോഡിയിലാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഇതിന് അർഹത ഉണ്ടായിരിക്കുള്ളൂ. ഈ ഒരു തുക നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആരുടെ പേരിലാണോ ഭൂമിയുള്ളത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ ഒരു തുക ലഭിക്കുക. 2018 ഡിസംബർ മുതലാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക. അത് മാർച്ച് 31 വരെ, അതായത് 2019 മാർച്ച് 31 വരെയാണ് ആദ്യത്തെ ഗഡുവായ 2000 രൂപ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്യണമെങ്കിൽ മാർച്ച് 31 മുന്നേ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആരും ധൃതിപ്പെട്ട് നാളെ തന്നെ പോകണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്കറിയാം, നമുക്ക് പേപ്പറിലൊക്കെ നോക്കിയാൽ അറിയാം, മാർച്ച് 31 ഉള്ളിൽ ആണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇത് വർഷത്തിൽ നമുക്ക് 6000 രൂപയാണ് ലഭിക്കുക. അതും 4 മാസത്തിൽ 3 ഗഡുക്കളായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ഹാജരാക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ റേഷൻ കാർഡ് കയ്യിൽ കരുതണം. അതുപോലെ തന്നെ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി, അതുപോലെ തന്നെ ആധാർ കാർഡ്, അല്ലെങ്കിൽ ആധാർ കാർഡ് ഇല്ലാത്ത ആളുകൾ അതിൻ്റെ അതുപോലത്തെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവൺമെൻറ് രേഖകൾ, അതായത് ഇലക്ഷൻ ID കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ നിങ്ങൾ കയ്യിൽ വെക്കണം. അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് വേണ്ടത്. ഇനി അതുപോലെ തന്നെ നമുക്ക് നികുതി അടച്ച, അതായത് 2018-19 സാമ്പത്തിക വർഷത്തിലെ ഭൂമിയുടെ നികുതി അടച്ച, കെട്ടിടത്തിൻ്റെ അല്ല, പ്രത്യേകം പറയാൻ ശ്രദ്ധിക്കുക, ഭൂമിയുടെ നികുതി അടച്ച കരമടച്ച രസീതി കയ്യിൽ വേണം, ഒറിജിനലും അതുപോലെ തന്നെ കോപ്പിയും ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇതെല്ലാം യോജിപ്പിച്ച് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷയോടൊപ്പം ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുമാത്രം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നിൽ കൂടുതൽ പേരിലുള്ള ആളുകളുടെ പേരിലാണ് ഈ ഭൂമിയുള്ളതെങ്കിൽ അവരുടെ കൂടി സമ്മതപത്രം ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കണം. അത് നിർബന്ധമായൊരു കാര്യം തന്നെയാണ്. എങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അവരുടെ സമ്മതപത്രം ഇല്ലെങ്കിൽ ഇത് കിട്ടില്ല. ഇതെല്ലാമായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള കൃഷിഭവനിൽ, നിങ്ങളുടെ സ്ഥലം സ്ഥിതി ചെയ്യുന്ന കൃഷിഭവനിൽ കൊണ്ടുപോയി സമർപ്പിക്കുക. കൃഷിഭവനിൽ ഇത് അവർ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ ഗഡു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറുന്നതാണ്. അപ്പോൾ നമുക്കിതിലുള്ള സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കുടുംബത്തിൽ നിന്നും ഒരാൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുകയുള്ളൂ. ഒരു കുടുംബം എന്ന് ഉദ്ദേശിക്കുന്നത് അച്ഛൻ, അമ്മ, മക്കൾ എന്നതാണ്. ഒരു റേഷൻ കാർഡിൽ ഒന്നിലധികം കുടുംബങ്ങൾ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷേ അതിനൊരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേരിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഭൂനികുതി അടച്ച റെസീറ്റ് വേണം. അതായത് അവർക്ക് വ്യത്യസ്തമായ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ റേഷൻ കാർഡിൽ കർഷകനാണെന്ന് രേഖപ്പെടുത്തണം എന്നൊരു ആവശ്യമില്ല. അല്ലാത്തവർക്കും ഈ ഒരു സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്ഥലോടമ നേരിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. എന്ന് വെച്ചെങ്കിൽ കൃഷി ഓഫീസറുടെ മുന്നിൽ വെച്ച് ഇതിൻ്റെ സാക്ഷ്യപത്രം ഒപ്പിടാനുള്ളത് കൊണ്ട് സ്ഥലത്തിൻ്റെ ഉടമ നേരിട്ട് തന്നെയാണ് അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ ഇനി ഇതിൽ ആർക്കൊക്കെ അപേക്ഷ നൽകാൻ പാടില്ലാത്ത എന്ന് നോക്കാം. അതായത് ഗവൺമെൻറ് ജോലിയുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലിയുള്ള ആളുകൾക്ക് പറ്റില്ല. ഓട്ടോണമസ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പറ്റത്തില്ല. അതുപോലെ തന്നെ അവസാന വർഷം ഇൻകം ടാക്സ് അടച്ച ആളുകൾക്ക് പറ്റത്തില്ല. അതുപോലെ തന്നെ അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ട്, അഡ്വക്കേറ്റ്സ് തുടങ്ങിയവ സ്വന്തമായി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ 5 ഏക്കറിൽ കൂടുതൽ സ്ഥലമുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പാടുകയില്ല. അതുപോലെ തന്നെ പാട്ടകൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഇതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നേരിട്ട് തന്നെ പോയിരിക്കണം. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒന്നുകൂടി പറയാം, രേഖകൾ എന്തൊക്കെയാണെന്നാൽ ആധാർ കാർഡ്, റേഷൻ കാർഡ്, അതുപോലെ തന്നെ ഒരു തിരിച്ചറിയൽ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ നികുതി അടച്ചതിൻ്റെ കോപ്പി, അതായത് കെട്ടിടത്തിൻ്റെ അല്ല, ശ്രദ്ധിക്കുക, സ്ഥലത്തിൻ്റെ നികുതി അടച്ചതിൻ്റെ കോപ്പി. ഇതെല്ലാമായിട്ട് സ്വന്തം സ്ഥലം സ്ഥിതി ചെയ്യുന്ന കൃഷിഭവനിലാണ് പോകേണ്ടത്. അതായത് മാർച്ച് 31 മുമ്പായിട്ട് തന്നെ നിർബന്ധമായിട്ട് പോകണം. എങ്കിൽ മാത്രമേ ഈ ഒരു സ്കീമിൽ ഉൾപ്പെടുകയുള്ളൂ. മാർച്ച് 30 ശേഷം അപ്ലൈ ചെയ്യുകയാണെങ്കിലും കിട്ടും, പക്ഷേ ആദ്യത്തെ ഗഡു നിങ്ങൾക്ക് ലഭിക്കുകയില്ല. പക്ഷേ നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ 5 ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടണമെന്നില്ല. എന്ന് വെച്ചെങ്കിൽ അവരവിടെ നിന്ന് കിട്ടി ഒരുപാട് അപേക്ഷകൾ വരുന്നുണ്ട്. ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അപേക്ഷയുള്ളതുകൊണ്ട് അവരുടെ എല്ലാം ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ കയറ്റി കഴിഞ്ഞ് 5 ദിവസത്തിനുള്ളിലാണ് ലഭിക്കുക. അപ്പം ഇതുമായി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിനടിയിൽ രേഖപ്പെടുത്തിയാൽ എനിക്കറിയാവുന്ന മറുപടിയിലേക്ക് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഒരു ഉപകാരപ്രദമാവട്ടെ. അപ്പം ഇതിലെന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരുത്താവുന്നതാണ്.
അപ്പം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതിന് കൂടെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. സൈനിങ് ഓഫ് നിതിൻ രാജ്.